ഇന്ന് ഇലക്ഷൻ്റെ 23rd തമിഴ്നാടു ഇലക്ഷൻ. ഇന്ന് ഞാൻ റിലാക്സ് ചെയ്യാൻ പോവാണ്. ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് അല്ലേ. ഓരോരുത്തർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി പിക്നിക്കിന് പോകുന്നു, ചിലവർ DJ പാർട്ടിക്ക് പോകുന്നു, ചിലവർ ട്രക്കിങ്ങിന് പോകുന്നു, ചിലവർ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഫാമിലിയായിട്ട് ടൂർ പോകുന്നു, എബ്രോഡ് പോകുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റിലാക്സേഷൻ ഉണ്ട്. എന്നാൽ ഞാൻ നേരത്തെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ റിലാക്സ് ചെയ്യണമെന്നറിയോ. നല്ല നല്ല വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടൽസോ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടൽസിലെല്ലാം പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഫെദർ ഹോട്ടൽ രാധ പക് ഗ്രൂപ്പ്സിൻ്റെയാണ്. ഇവിടെയാണ് ഇന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് പറയുക, ഞാൻ ഒരുപാട് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്, നിറയെ സെലിബ്രിറ്റീസൊക്കെ അവിടുത്തെ ഫുഡ് ഉഗ്രനാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ സംഘമിത്രയാണ് അവിടെ കൂടുതൽ കാണിക്കാറുള്ളത്. അപ്പോൾ സംഘമിത്ര ഡിഫറൻ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിന് മുമ്പ് ഇവിടെ ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ പോയിട്ടുണ്ട്, നല്ല ഫുഡൊക്കെ ആയിരുന്നു ചില സമയത്ത്. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ ഒരു ബാനറിൽ ഫെദർ ഹോട്ടൽ എന്ന് കൊടുത്തിട്ടുണ്ട്, താഴെ ടൂലിപ്പ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര റെസ്റ്റോറൻറ്റ് അതിനകത്തുണ്ട് എന്നുള്ളത് എനിക്ക് അത്ര അതിനെപ്പറ്റി ഐഡിയ ഒന്നുമില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ സെലിബ്രിറ്റീസ് എല്ലാം ഇങ്ങനെ കുറേ കാണിക്കുമ്പോൾ കുറേ നാളെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒന്ന് ഒരു പ്രാവശ്യം പോകണം, അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇന്നാണ് അവസരം കിട്ടിയത്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്ത് നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെയാണ്. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ സംഘമിത്ര അന്ന് ഓപ്പൺ അല്ല, അപ്പോൾ വേറെ ഒരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ബുഫേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 12:30ക്കാണ് ബുഫേ തുടങ്ങുക, 3:30 വരെ. ഞാൻ നേരത്തെ തന്നെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ടേബിൾ നമ്പർ 31 പോയിട്ട് സീറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കണം എന്തൊക്കെയാണ് സ്റ്റാർട്ടേഴ്സ്, സാലഡ്, സൂപ്സ്, മെയിൻ കോഴ്സ് അങ്ങനെ പറഞ്ഞു എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം സ്റ്റാർട്ടർ എടുത്ത് തുടങ്ങി. സ്റ്റാർട്ടേഴ്സ് കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, കുറച്ച് കബാബ്സ് ഉണ്ട്, ഫിഷ് ഫ്രൈസ് ഉണ്ടായിരുന്നു, മഷ്റൂം ഫ്രൈ. പിന്നെ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്, നെന്മീൻ എന്നാണ് പറഞ്ഞത്, അതിൻ്റെ ഒരു ഫ്രൈ ആണ്, അല്ല കോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. ചിലപ്പോൾ എനിക്ക് ഫിഷ് ഫ്രൈ തോന്നാറുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യ, അതായത് നമ്മുടെ നാട്ടിലെ ഫിഷസ് ഒക്കെയാണ് എനിക്ക് പൊതുവേ ഫ്രൈ ഇഷ്ടം, പ്രത്യേകിച്ച് പ്രോൺസ് ഒക്കെ. ഇവിടെ പ്രോൺസ് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പ്രോൺസ് അല്ലെങ്കിൽ ഫിഷ് ഇതെല്ലാം നമ്മുടെ കേരള സ്റ്റൈലിൽ സാധാരണ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. എന്നാലും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു വിരോധമില്ല, എനിക്കിഷ്ടമാണ്. പല കൺട്രീസിലായാലും എവിടുത്തെ ആയാലും എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി ടേസ്റ്റ് ബഡ്സിനെയൊക്കെ ഒന്ന് തൊട്ടുണർത്താൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ സോസ് ആട്ടോ, നല്ല സോസായിരുന്നു. ഇതാണ് പൈനാപ്പിൾ സോസ്. കൂടെ ഉണ്ടായിരുന്നത് പാലക് സോസ് ആയിരുന്നു, പിന്നെ അങ്ങനെ കുറേ സോസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പൈനാപ്പിൾ സോസ് ആണെന്ന് ഡിഫറൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ ചെയ്തത്. ഇത് മട്ടൻ കബാബാണ്, കൊളസ്ട്രോൾ ഹൈ ആയതുകൊണ്ട് ഞാൻ ആകെ കൂടെ 2 എടുത്തുള്ളൂ. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ചു, കാരണം നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യേണ്ട, വേറെ ആരും നമ്മുടെ ഹെൽത്ത് വന്നിട്ട് ടേക്ക് കെയർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് 2 കബാബിൽ നിന്ന് ഞാൻ പിന്നെ ഞാൻ മാറ്റിയിട്ടോ. അപ്പോൾ ഹെൽത്തൊക്കെ നന്നായിരുന്നാലേ ഇതുപോലെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ മഷ്റൂം ഉണ്ട്, പിന്നെ എന്തോ ഒരു വാഴയ്ക്കയോ അല്ലെങ്കിൽ വാഴയുടെ ആ കൂമ്പില്ല അതുകൊണ്ടുള്ള പൊരിയലുണ്ടായിരുന്നു, പിന്നെ നൂഡിൽ, ബ്രിഞ്ചോൾ ഫ്രൈ, കുറച്ച് കോൺ പുലാവ്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് എല്ലാം എടുത്ത് അതെല്ലാം ടേസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് സംഘമിത്രയായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് ഞാൻ ന്യൂ ഇയർ പാർട്ടിക്ക് പോയപ്പോൾ സംഘമിത്രയിലെ ഫുഡായിരുന്നു അവിടെ സെർവ് ചെയ്താൽ തോന്നുന്നത്, നല്ല ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഓക്കെ ഓൺലിയേ പറയാൻ പറ്റുള്ളൂ. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത്, മിൻറ്റും പിന്നെ എന്തോ ഒരു ബ്ലൂ ലഗൂൺ മാതിരിയുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു, നല്ല പഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സ്വീറ്റ്നെസ് കൂടുതലായിരുന്നു അതിൽ. ബട്ട് ഓക്കെ, ഫുഡിന് ബാഡ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഓക്കെ ഓൺലി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് കൂടുതലും ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ പോയി ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കബാബ് ഓക്കെ ഗുഡ്, ഒരു പാലക് കബാബായിരുന്നു, ഗ്രീൻ കളറിൽ. ഇതിൽ ഞാൻ പൈനാപ്പിൾ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ എംപ്ലോയീസൊക്കെ IT ക്രൗഡ് ഉണ്ടായിരുന്നു, ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. നല്ല സർവീസാണ്, നല്ല കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ ആയിരുന്നു. സാലഡ്സൊക്കെ നല്ലതായിരുന്നു. എല്ലാം ഒന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ജസ്റ്റ് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട്. നമ്മളിങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കംഫർട്ടബിൾ ആയിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്നത് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഹൗ ഐ സ്പെൻഡ് ടുഡേ ഓൺ ഇലക്ഷൻ ഡേ, അത്രമാത്രം ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി കഫ്താനായിരുന്നു. ആക്ച്വലി കോഴ്സ് സെറ്റൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയ ഒരു നല്ലൊരു ടോപ്പ് ആൻഡ് ബോട്ടം പാരിങ്, സെയിം സ്റ്റൈൽ, അതായത് സെയിം ഡിസൈനിൽ വരുന്ന ഒരു കോഡ് സെറ്റ് മോഡലിലുള്ള നല്ല അടിപൊളി കോളർ കഫ്താനാണത്. സിൽക്കിലാണ് വരുന്നത്, ചെറിയ സ്റ്റോൺസ് ഉണ്ടായാലും ഗ്യാതേർഡ് ആയിട്ട്, പിന്നെ നല്ലൊരു ബ്ലൂ പ്രിൻറ്റ് ബേസ്, ഒരു സിൽവർ വൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വെജ് പിസ്സ, പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ പിസ്സയും ചിക്കൻ പിസ്സയും. അപ്പോൾ അവർ കുറച്ച് കേർഡ് റൈസ് ഒരു ബൗളിൽ കൊണ്ടുവന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷെഫൊക്കെ വന്ന് നമ്മളോട് ഹൗ വാസ് ദ ഫുഡ് എന്നൊക്കെ ചോദിച്ചൊക്കെ വന്ന് കുറച്ച് നേരം സംസാരിച്ചു. അതിന് ശേഷം അവർ കോംപ്ലിമെൻ്ററി അല്ലാത്ത ഒരു ഐറ്റമാണ് ഇത്, കാൻബറി ജ്യൂസ്. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി അല്ല, പക്ഷേ അവർ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് കോംപ്ലിമെൻ്ററി തരാമെന്ന് പറഞ്ഞ് കൊണ്ടു തന്നു. പക്ഷേ എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമായില്ല, കാരണം എല്ലാ എസെൻസാണ് കേട്ടോ. നമുക്കൊരു പ്യുവർ ഫ്രഷ് ജ്യൂസ് കുടിക്കുന്ന ഫീൽ വരുന്നില്ല. ഇപ്പോൾ തന്നെ പകുതി ഒക്കെ ഹാഫ് സ്റ്റൊമക്ക് ഫുൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്, ഹാഫ് അല്ല 3/4 സ്റ്റൊമക്ക് ഫുൾ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഡെസേർട്ട് കഴിക്കുന്നതിനോട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല, വൃത്തിയില്ലാതെ ഡെസേർട്ടും കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊക്കെ എടുത്ത് എല്ലാം ടേസ്റ്റ് ചെയ്തു. പക്ഷേ എല്ലാം ഞാൻ ഒരു ഐറ്റം പോലും ഞാൻ ഫുൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ചോക്ലേറ്റ് മൂസ്, പിന്നെ കോഫി ബർഫി പോലൊരു കേക്ക്, പിന്നെ ഫുള്ളും എല്ലാം ഭയങ്കര സ്വീറ്റ്നെസ് കൂടിയ ഐറ്റംസ് ആയിരുന്നു. ഞാൻ അങ്ങനെ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാത്തിലും ഭയങ്കര സ്വീറ്റാണ്.
അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പെർ ഹെഡ് ഇവിടെ വരുന്നത് 2500 റുപ്പീസാണ്. അപ്പം ടോട്ടലി വരുമ്പോൾ ഒരു ക്രൗഡ്, ചെറിയ ക്രൗഡൊക്കെ വന്ന് കഴിക്കുമ്പോഴൊക്കെ ഓക്കെ, നല്ലതായിരിക്കും. പക്ഷേ പെർ ഹെഡിന് 25 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ അടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ എന്നെ പോലൊരാൾ ഞാൻ അധികം കഴിക്കില്ല. പക്ഷേ ഇത് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു പേസ്ട്രി ആയിരുന്നു. ഇത് ഓറഞ്ച് വെനില ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. ഇതിൽ നല്ല ഐസിങ് ഉണ്ടായിരുന്നു, ഷുഗർ കണ്ടൻറ്റ് നല്ല കൂടുതലാണ്. പക്ഷേ എന്നാലും ഓറഞ്ചിന് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, വെനില ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് മാത്രമാണ് ഞാൻ മുഴുവനുമായിട്ട് കഴിച്ചിട്ടുള്ള ഏക ഡെസേർട്ട് ഇത്രയും കണ്ടതിൽ വെച്ചിട്ട്. പിന്നെ അവിടെ ആപ്രിക്കോട്ടിൻ്റെ കേസരി പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് അലുവ ഉണ്ടായിരുന്നു, ആപ്രിക്കോട്ട് അലുവ, അങ്ങനെ ഐസ്ക്രീംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം ഒന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മറ്റുള്ള ടേബിളിലൊക്കെ ആൾക്കാരൊക്കെ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരുപാട് ഇതുപോലെയൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്തു. ശരിക്കും 3:30 വരെ നന്നായിട്ടൊരു ഫാമിലിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഹോട്ടലാണ് ഫെദർ ഹോട്ടൽ. എൻ്റെ ഒരു സജഷനാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ കഴിച്ചു, ഇതൊക്കെ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് ഐറ്റംസ് എല്ലാം ഞാൻ കഴിച്ച് നോക്കി. എല്ലാം ഒരു സ്പൂൺ വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വിട്ടു. ബാക്കിയെല്ലാം വേറെ വഴിയില്ല, നമ്മളൊക്കെ അത് വേസ്റ്റ് ആക്കാനേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾക്കൊരു ഐറ്റം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ബാക്കി പോർഷൻ വേസ്റ്റ് ആകുക തന്നെ ചെയ്യും. പക്ഷേ എന്ന് വെച്ചാൽ ടേസ്റ്റ് ചെയ്തിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല വേസ്റ്റ് ആക്കുന്നതിൽ. പക്ഷേ ചില സമയത്ത് വി ആർ ഹെൽപ്ലെസ്, വി കാൺ ഡു എനിത്തിങ് അല്ലേ. അപ്പോൾ ഈ ഒരു ഐറ്റം അടിപൊളി ഐറ്റം. ഇത് ചെന കൊണ്ടുണ്ടാക്കിയ ഒരു എന്താ പറയുക, നമ്മുടെ രസഗുളയൊക്കെ പോലുള്ളൊരു സാധനം. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്രിക്കോട്ട് ഹലുവ. ഇതും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ഡെസേർട്ട്സ്. ഇതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊരു ചോക്ലേറ്റ് മൂസ് മാതിരി ഒരു ചെറിയ ബോട്ടിൽ. പിന്നെ ഞാൻ പറഞ്ഞ ഓറഞ്ച് വെനില കേക്ക്, അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞാൻ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ച ഐറ്റംസ്. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ട്, നല്ല അടിപൊളി കഫ്താനാണ്. ഇതെല്ലാം കോഡ് സെറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് തടിച്ചാലും മെലിഞ്ഞാലും ഇടാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റാണ്. തടിച്ചിട്ടിട്ടാലും ശരി, മെലിഞ്ഞിട്ടാലും ശരി, അതിൻ്റെ ലുക്ക് ഒരേപോലെ തന്നെയാണ്. കാരണം അത്രയും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള, ചൂട് കാലത്ത് ഇടാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ നല്ലൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ AC ആംബിയൻസ് ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ടൊക്കെ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇടാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റാണിത്. ഇത് ഞാൻ വാങ്ങിയത് കുറേ വർഷങ്ങളായി വാങ്ങിയിട്ട്. ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ഓർമ്മ, അതായത് കോഡ് സെറ്റൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്. പക്ഷേ ഇപ്പോൾ ഇറക്കിയപ്പോൾ ഇതൊരു ട്രെൻഡിങ് പോലെ തോന്നുന്നു. അന്ന് ഇറക്കിയപ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇടുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ കൂടുതലും ഓക്കെ, നമ്മൾ ആ ഒരു ട്രെൻഡായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന മാതിരി. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ വയറൊക്കെ ഫുള്ളായി, ഇനി എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓക്കെ, ഒരു സുലൈമാനി ആയിക്കോട്ടെ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സുലൈമാനിയും കൂടെ കുടിച്ചാൽ നമുക്കൊരു കംപ്ലീറ്റ് ആ ഒരു ഫീല് വരുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഡെസേർട്ട് കഴിച്ച് തുടങ്ങിയിട്ടും കൂടി ഇല്ല. അപ്പോൾ അതിന് മുമ്പേ ആലോചിക്കുക, അത് കഴിഞ്ഞിട്ട് എന്താ കഴിക്കണോ വേണ്ടിയോ എന്ന് ഫസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു. എന്തായാലും ടേസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ടേസ്റ്റിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു സുലൈമാനി എല്ലാം ഓർഡർ ചെയ്ത് പിന്നെ സുലൈമാനി വന്നു. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു ഹാൻഡ് വാഷ് വേണ്ടേ. അപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ മൂവിയിൽ ചോദിക്കുന്ന മാതിരി, ഇങ്ങനെയാണോ ലൈം ജ്യൂസ് ഇവിടെ സെർവ് ചെയ്യുന്നത്, ലൈമും വാട്ടറും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ട് എന്ന് ചോദിച്ച ഒരു ഓർമ്മ വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി മൂവിയായിരുന്നു അല്ലേ ദിലീപിൻ്റെ. അപ്പോൾ ഒരു സുലൈമാനി ഓർഡർ ചെയ്ത്, സുലൈമാനി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ലൈമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഹോട്ടായിട്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീല് വരും. ഇതങ്ങനെ കുടിച്ച് കഴിയുമ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് ഒരു ഫീല് വരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഒരു 3:30 വരെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത്, പിന്നെ അങ്ങനെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി ഫോട്ടോ സെഷനൊക്കെ എടുത്ത് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് കിടന്ന് ഉറങ്ങാം, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇലക്ഷൻ ഡേ. അപ്പോൾ നമുക്ക് നോക്കാം ആര് ജയിക്കുന്നുള്ളത്, വിജയ് ജയിക്കുകയോ അതോ എനിവേ റിസൾട്ട് 4-നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.